ആ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ മുഖം കാണുമ്പോൾ അറിയാം, അവരുടെ നടപ്പ്, അവരുടെ രീതി, അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം. ദൈവത്തെ ഭയപ്പെടണം. വേറെ ആരും ഭയപ്പെടണ്ടോ? അനുതാപ ഹൃദയത്തോടെ ഭാവമേറ്റു പറഞ്ഞ് സലണ്ടർ ആകണം. നമ്മൾ കീഴ്പ്പെട്ടേ മതിയാവൂ. സലണ്ടർ ആകണം. സമയം അടുത്തിരിക്കുകയാ. ഇനി അധിക കാലമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കളരിയും നമ്മുടെ പരിപാടിയും എല്ലാം നിർത്തിക്കോ. ദൈവത്തെ ഭയപ്പെട്ടോ. അടുത്ത ഒരു ഭാഗത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ 3 കാര്യം പറഞ്ഞു. 4ാമത്തെ കാര്യം, ഈ നടുവിൽ കിടക്കുന്ന യേശു ആരാണെന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടി. എന്താ? ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മുട്ടി ഉരുമി നടന്ന 12 ശിഷ്യന്മാർക്കും യേശു ആരാണെന്ന് ചിലപ്പോഴൊക്കെ അവർക്ക് കിട്ടത്തില്ല, റേഞ്ചില്ല. പക്ഷേ ഇവിടെ അതാ ഞാൻ പറഞ്ഞ കള്ളെന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. ഇദ്ദേഹത്തെ കള്ളനെന്ന് പറയാൻ പറ്റത്തില്ല. പഠിച്ചു വരുമ്പോൾ ഇദ്ദേഹം പറയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ശരിയാ. പാരിൽ പാരിപ്പറക്കുന്ന പാപത്തിന്റെ വിത്ത് മാനവജാതിയെ കീഴ്പ്പെടുത്തിയപ്പോൾ പരലോകം വിട്ട് പാരിൽ ഇറങ്ങി വന്നവനും പവിത്രനും പരിശുദ്ധനുമായ യേശു മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനസ്സിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ മണ്ണിൽ മനുഷ്യനായി വിളങ്ങുകയും നാടെങ്ങും നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി, പിശാച് ബാധിച്ചവരെ സ്വതന്ത്രരാക്കിയും മരിച്ചവരെ ഉയർപ്പിച്ചും, ഞാൻ എന്റെ ഇഷ്ടമല്ല പിതാവെന്നിൽ ഭരമേൽപ്പിച്ച ഇഷ്ടം ചെയ്ത് നിർവഹിക്കുന്നതിന് എന്റെ ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് പാപരഹിതമായ ജീവിതം നയിച്ച്, പരീക്ഷിക്കപ്പെട്ട നിന്ദകൾ സഹിച്ച്, വേദനകൾ സഹിച്ച്, പാപികളെ തേടുവാൻ വേണ്ടി ആവേശത്തോടെ ആമേ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഗെത്സമന, ഗബത്ത, ഗോൽഗോഥ 3 സ്ഥലവും പ്രധാനമാ. എന്താ ഗെത്സമനയുടെ പ്രത്യേകത? പ്രാണവേദനയോടെയുള്ള പ്രാർത്ഥനയായിരുന്നു പിതാവിനോട്. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? യേശുവിനെ അറസ്റ്റ് ചെയ്തു. വടിയും കുന്തവും വാളും ആമേ വന്നവര് ഒരു കൊട്ടേഷൻ ടീം അങ്ങോട്ട് കയറി വന്ന് തിരയുക. കുറെ സമയമായിട്ട് തിരയുന്നുണ്ട്. യേശു ഇതെല്ലാം മനസ്സിലാക്കി. അടുക്കൽ വന്നപ്പോ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവര് പറഞ്ഞു, നസ്രയനായ യേശുവിനെ. യേശുവിന്റെ മറുപടി ഇതായിരുന്നു, നിങ്ങൾ തിരയുന്നയാൾ ഞാൻ തന്നെ. വേണം മാറ്റി പറയായിരുന്നു, നിങ്ങൾ തിരയുന്ന ആള് അല്ല, മാറ്റി പറയായിരുന്നു. അങ്ങനെ മാറ്റി പറയുന്ന ഒരുവനല്ല. സ്തോത്രം. യേശു ഊവെന്ന് പറഞ്ഞാൽ ഊവ്. അതേ നാവ് കൊണ്ട് പറഞ്ഞത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. യേശു പറഞ്ഞതാ. യെരൂശലേം ആലയം നോക്കി പറഞ്ഞു. AD 70 അത് തകർന്നു പോയി. യേശു പറഞ്ഞതാ. ഞാൻ പറഞ്ഞൊരു കാര്യം പറയട്ടെ. യേശു പറയുന്നത് പോലെ ഇവിടെ അടയാളങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ എതിർക്കും, യുദ്ധങ്ങൾ ഉണ്ടാവും. അതെല്ലാം സംഭവിക്കുന്നില്ലേ ഇസ്രായേലിൽ? നമ്മൾ പത്രം വായിക്കുന്നതാ. യുദ്ധങ്ങൾ, ഇതെല്ലാം യേശു ഇവിടുന്ന് പറഞ്ഞിട്ട് പോയ കാര്യമാ. പ്രിയപ്പെട്ടവരെ, യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഗെത്സമന, ഗബത്ത, ഗോൽഗോഥ. ഗോൽഗോഥയുടെ വിഷയം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവനിൽ ഒരു കുറ്റവുമില്ല. നല്ല കാഴ്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് അതാ. ചിലര് പറയും, യേശു വന്നിട്ടുണ്ടോ പാസ്റ്റേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്.